NTR പ്രശാന്ത് നീൽ ചിത്രമായ ഡ്രാഗണിന്റെ ഫസ്റ്റ് ഗ്ലിംസ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു. NTRന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് ഡ്രാഗൺ. ഹൃത്തിക് റോഷനുമായി ഒന്നിച്ച് വാർ 2 വമ്പൻ പരാജയമായിരുന്നു. YRF സ്പൈ യൂണിവേഴ്സിൽപ്പെട്ട ചിത്രം ബോളിവുഡ് സ്പൈ ആക്ഷൻ മസാല ചിത്രങ്ങളിലെ സ്ഥിരം ഫോർമുലകളെല്ലാം അതേപടി പകർത്തിയതിനാൽ പ്രേക്ഷകർക്ക് വലിയ നിരാശ സമ്മാനിച്ചിരുന്നു. ഇതേ വിധി തന്നെ ആകുമോ ഡ്രാഗണിനും എന്നാണ് NTR ആരാധകർ ഉറ്റുനോക്കുന്നത്. സിനിമയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവാനിടയില്ല. പക്ഷേ കണ്ട് കണ്ട് ഒരല്പം മടുപ്പ് തോന്നിക്കുന്ന നീലിന്റെ അതേ പാറ്റേണിനെ പറ്റിയാണ് ആശങ്ക. കരിപ്പൊടി യൂണിവേഴ്സ് എന്നാണ് പ്രശാന്ത് നീലിന്റെ സിനിമകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലുള്ള വിശേഷണം. അതിൽ തെറ്റ് പറയാനും ഒക്കില്ല. ആദ്യ ചിത്രമായ ഉഗ്രം മുതൽ തുടർന്ന് വന്ന KGF 1, KGF 2, സലാർ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒരേ തരം ഡാർക്ക് ടോണും കളർ ഗ്രേഡിങ്ങുമാണ് പുള്ളി ഉപയോഗിച്ചത്. കഥാപാത്രങ്ങളിലും അവരുടെ കോസ്റ്റ്യൂമുകളിലും വരെ ഇതേ സമാനതകൾ കാണാം. വേണ്ടത്ര വെളിച്ചം ചെന്നെത്താത്ത ഏതോ ഇരുണ്ട മേഖലകളിലാണോ ഇവരുടെ ലോകം മുഴുവൻ എന്നാണ് ആരാധകരുടെ ചോദ്യം. KGF 1, 2 എന്നിവ വമ്പൻ വിജയമായിരുന്നു. മോശമല്ലാത്ത ചിത്രമായിട്ടും സലാർ ആവറേജിൽ ഒതുങ്ങിയത് നീലിന്റെ ഒട്ടും പുതുമ നൽകാത്ത സിനിമയിലെ ലോകമാണ്. മെയിൻ ക്യാരക്ടേഴ്സ് ഒന്നും ഉൾപ്പെടാത്ത ഒരു ഫ്രെയിം ഓരോ പ്രശാന്ത് നീൽ ചിത്രത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് ഏത് ചിത്രത്തിലേതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്ന് കുഴങ്ങിപ്പോകും. കാരണം എല്ലാം ഒരേപോലെ ഇരിക്കും. അത് തന്നെ പ്രശാന്ത് നീലിന്റെ സിനിമകളുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. എല്ലാം ടോപ്പ് നോച്ച് ആയിരിക്കും. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഫൈറ്റ് എല്ലാം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. സ്ക്രിപ്റ്റിങ്ങും ക്യാരക്ടറൈസേഷനും എല്ലാം മികച്ചത് തന്നെയായിരിക്കും. സിനിമയ്ക്ക് ആവശ്യമായ ഇമോഷണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പുള്ളിയുടെ സ്ക്രിപ്റ്റിങ്ങിന് സാധിക്കാറുണ്ട്. എന്നാൽ സലാറിന് വിലങ്ങുതടിയായത് KGFുമായുള്ള സാമ്യം തന്നെയായിരുന്നു. കൂടാതെ വളരെ സങ്കീർണമായ ഒരു വേൾഡ് ബിൽഡിങ്ങും. എന്തൊക്കെയായിരുന്നാലും സലാർ ഇപ്പോഴും പലരുടെയും ഫേവറേറ്റ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ചിത്രത്തിന് റിലീസ് സമയത്ത് കിട്ടിയതിനേക്കാൾ അക്സെപ്റ്റൻസ് അതിനുശേഷം കിട്ടുന്നുണ്ട്. പ്രേക്ഷകർ മറ്റൊരു KGF തന്നെ പ്രതീക്ഷിച്ചു പോയതുകൊണ്ടാണ് സിനിമ വേണ്ടത്ര അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയത്. അതിന് ഉത്തരവാദി പ്രശാന്ത് നീൽ തന്നെയാണ്. കാരണം രണ്ട് സിനിമകളുടെയും പാറ്റേൺ ഒന്ന് തന്നെ ആയതുകൊണ്ട്. എന്നിരുന്നാലും ചിത്രത്തിന്റെ റിലീസിന് ശേഷം OTT പ്ലാറ്റ്ഫോമുകളിലും മറ്റും സലാറിന് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട്. KGF എന്ന ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ സലാർ കുറെ കൂടി ആസ്വാദ്യകരമാകുന്ന ഒരു ചിത്രമാണ്. പ്രധാന ആകർഷണം പ്രഭാസ് തന്നെയാണ്. വൺ ആൻഡ് ഓൺലി പ്രഭാസ്. അത്രയ്ക്കും കിടിലനായിട്ടാണ് പ്രഭാസിനെ നീൽ പ്രസന്റ് ചെയ്തിരുന്നത്. പ്രഭാസിന്റെ സ്ക്രീൻ പ്രസൻസ് മൊത്തത്തിൽ സിനിമയ്ക്കും സിനിമയിലെ ദേവ്രത റായ്സാർ എന്ന കഥാപാത്രത്തിനും ഒരു മുതൽക്കൂട്ടായിരുന്നു. ഒരു ഡൈനോസർ മെറ്റഫറാണ് പ്രഭാസിന് നീൽ ചിത്രത്തിൽ നൽകിയിരുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ തിയേറ്ററിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഡ്രാഗണിലേക്ക് വരുമ്പോൾ NTRന്റെ ഫിസിക്കിന് കാര്യമായ കുഴപ്പം സംഭവിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ബോഡി ഫാറ്റ് ഉള്ള NTR ഒരു പരിധിയിലധികം മെലിഞ്ഞത് പ്രേക്ഷകർക്ക് ഒരു കല്ലുകടിയായി തോന്നുന്നുണ്ട്. പ്രശാന്ത് നീലിന്റെ നായകന്മാർ പൊതുവെ പവർഫുൾ ആയ നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ളവരാണ്. KGFൽ യാഷും സലാറിൽ പ്രഭാസും കട്ടയ്ക്ക് കട്ടയായിരുന്നു. NTRും പൊതുവെ നല്ല സ്ക്രീൻ ഓറയുള്ള താരമാണ്. RRRലെ NTRന്റെ എൻട്രി പലർക്കും ഓർമ്മയുണ്ടാകും. കൊമരു ഭീമായി NTR നടത്തിയ മേക്ക് ഓവർ അപാരമായിരുന്നു. ഒട്ടും ലീനല്ലാത്ത നല്ല മസിൽ മാസ് ഉള്ള വന്യമായ കരുത്തുള്ള കഥാപാത്രമായി NTR നിറഞ്ഞാടി. എന്നാൽ ഡ്രാഗണിൽ NTRന്റെ കഥാപാത്രം കണ്ടെടുത്തോളം RRRലെ കഥാപാത്രത്തെക്കാൾ വളരെ വലുതാണ്. അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനിയുടെ ചീഫ് അസാസിൻ ലഗർ വളരെ പവർഫുൾ ആയ ബ്രൂട്ടലായ കഥാപാത്രം. എന്നാൽ NTRന്റെ മെലിഞ്ഞ അപ്പിയറൻസ് കഥാപാത്രത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. നേരെ മറിച്ച് സലാറിൽ ദേവ്രത റായ്സാർ എന്ന് ഇന്റർവെല്ലിന് മുമ്പ് ശ്രിയ റെഡ്ഡി അലറിയ ശേഷം പ്രഭാസ് സീനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത എഫക്റ്റ് ആയിരുന്നു. കൊടുത്ത ബിൽഡപ്പിനുള്ള മുതൽ ഉണ്ടെന്ന് തോന്നിച്ചൊരു സീനായിരുന്നു അത്. എന്നാൽ ഡ്രാഗണിൽ NTRന്റെ സ്ക്രീനോറയൊക്കെ കാറ്റിൽ പറന്ന മട്ടാണ്. വല്ലാതെ മെലിഞ്ഞ് ഒരു ഷുഗർ പേഷ്യന്റിനെ പോലെ ആയി എന്നാണ് ആരാധകരുടെ പക്ഷം. ഡ്രാഗണിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രധാന ആശങ്കയും ഇത് തന്നെയാണ്. നല്ല ആരോഗ്യവാനായ NTRനെ ഈ കോലത്തിലാക്കിയതിൽ പ്രശാന്ത് നീലിനെ പ്രാകുന്നവരും ഒരു ഭാഗത്തുണ്ട്. എന്തായിരുന്നാലും ഡ്രാഗണിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. SS രാജമൗലി, പ്രശാന്ത് നീൽ എന്നിവരുടെ സിനിമകൾക്ക് ഒരു താരം കമ്മിറ്റ് ചെയ്താൽ അറിയാമല്ലോ, വർഷങ്ങൾ അങ്ങ് പോയി കിട്ടും. പക്ഷേ ലൈഫ് ലോങ് ഓർത്തു വയ്ക്കാൻ പാകത്തിനുള്ള ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ ഇവർ അങ്ങ് നൽകുകയും ചെയ്യും. കടുത്ത ശാരീരിക മാനസിക അധ്വാനം ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും വരാറുണ്ട്. സാഹോ എന്ന ചിത്രത്തിന് ശേഷം പ്രഭാസ് ഒരല്പം ഔട്ട് ഓഫ് ഫിറ്റ് ആയിരുന്നു. ആദിപുരുഷിന്റെ സമയത്തൊക്കെ പ്രഭാസ് ഫിറ്റ്നസിന്റെ പേരിൽ വല്ലാതെ ക്രൂശിക്കപ്പെട്ടിരുന്നു. രാമന് വേണ്ടുന്ന ഒരു ആകാര ഭംഗി പ്രഭാസിനില്ല എന്ന വിമർശനം വന്നു. ഏത് ബാഹുബലിയിൽ തകർത്താടിയ പ്രഭാസിന്. എന്നാൽ സലാറിൽ പ്രഭാസിനെ നീൽ പ്രസന്റ് ചെയ്തത് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടായിരുന്നു. അതേ രീതിക്ക് NTRനെ പണിയെടുപ്പിച്ചപ്പോൾ ഒരല്പം ഡോസ് കൂടി എന്നാണ് തോന്നുന്നത്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്ന പോലെ, മുഖത്തെ പേശികൾ വരെ വലിഞ്ഞൊട്ടിയ രീതിയിൽ
ഇത് NTR തന്നെയാണോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിൽ വല്ലാത്തൊരു മാറ്റം. മുൻ മലയാളം ബിഗ് ബോസ് താരമായ രജിത് കുമാറുമായി സാമ്യമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു ട്രോൾ. എത്രയൊക്കെ റിപ്പീറ്റേഷൻ ആരോപിച്ചാലും പ്രശാന്ത് നീൽ ചിത്രത്തിന് ഇപ്പോഴും സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കും എന്നുള്ളതാണ് സത്യം. എന്തൊക്കെയായാലും KGF അണിയിച്ചൊരുക്കിയാളല്ലേ. പുള്ളിക്ക് KGF-നേക്കാൾ വലുതൊന്ന് തരാനുള്ള കാലിബർ ഉണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ പ്രതീക്ഷ. എത്രയൊക്കെ കരിപ്പൊടി വാരി വിതറിയെന്ന് ആക്ഷേപിച്ചാലും പ്രശാന്ത് സിനിമകൾക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അത് ഡ്രാഗണിന്റെ ഗ്ലിംസിലും വ്യക്തമാണ്. NTR ഡബിൾ റോഡിലാണെന്ന് മറ്റൊരു റൂമറുമുണ്ട്. ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്നത് ചിത്രത്തിലെ ഒരു NTR-നെ മാത്രമാണെന്നും അതൊരു പക്ഷേ വില്ലനായിരിക്കാമെന്നുമാണ് ചർച്ചകൾ. ഒരല്പം കൂടി തടിയുള്ള മറ്റൊരു NTR-ഉം ചിത്രത്തിൽ ഉണ്ടെന്നും അത് നായകനായിരിക്കുമെന്നും ചില രസികൻ ചർച്ചകൾ കറങ്ങി നടക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടാകാൻ വേണ്ടിയാണ് ഒരു NTR-നെ കണക്കിലധികം പണിയെടുപ്പിച്ച് മെലിഞ്ഞ രൂപത്തിൽ എത്തിച്ചതെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ റിലീസിന് ഇനിയും ഒരു വർഷത്തോളം സമയമുണ്ട്. ഇതിനിടയിൽ പല സർപ്രൈസുകളും വരാനുണ്ടാകുമെന്നാണ് NTR പ്രശാന്ത് നീൽ ആരാധകർ കണക്കുകൂട്ടുന്നത്. ചിത്രത്തിൽ ടൊവിനോ ഒരു മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പീരീഡ് വളരെ വലുതായതിനാൽ മറ്റു സിനിമകളുടെ ഡേറ്റ് ഇഷ്യൂസ് കാരണം ടൊവിനോ ആ റോൾ നിരസിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. പ്രശാന്ത് നീലിന്റെ ഫ്രെയിമിലേക്ക് പറ്റിയ ആക്ടർ തന്നെയായിരുന്നു ടൊവിനോ. നിർഭാഗ്യം കൊണ്ട് ഇനി അത് നടക്കാൻ സാധ്യതയില്ല. മലയാളത്തിൽ നിന്ന് ബിജു മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിലെ അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയയുടെ അഫ്ഗാനിസ്ഥാൻ ലോജിസ്റ്റിക്സ് തലവനായ ജലീൽ റഹ്മാൻ എന്ന ശക്തമായ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത്. കന്നഡ താരം രുക്മിണി വസന്താണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ജൂബിലി, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നീ സീരീസുകളിലൂടെ ശ്രദ്ധേയനായ സിദ്ധാന്ത് ഗുപ്ത ലഗറിന്റെ സഹോദരനും അഫ്ഗാൻ ട്രേഡിംഗ് കമ്പനിയുടെ പ്രധാന തന്ത്രജ്ഞനുമായ ബോബി സർക്കാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇവർക്ക് പുറമെ ഖുഷ്ബു, പ്രമുഖ ബോളിവുഡ് താരം അശുതോഷ് റാണ, 12th ഫെയിൽ ഫെയിം അൻഷുമാൻ പുഷ്കർ, രാജീവ് കനകാല എന്നിവരും ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. KGF, സലാർ എന്നീ ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയ രവി ബസ്രൂർ തന്നെയാണ് ഡ്രാഗണിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. വൻ താരനിരയോടെ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം 2027 ജൂൺ 11 തിയേറ്ററുകളിൽ എത്തിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. എന്തായാലും ആശങ്ക വെടിഞ്ഞ് നമുക്കും കാത്തിരിക്കാം മറ്റൊരു പ്രശാന്ത് നീൽ വിസ്മയത്തിനായി. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.